നമ്മളപ്പോൾ ചെന്നൈയിലെ ഡിവൈൻ മേഴ്സി ചർച്ചിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ഹെയർ സ്റ്റൈലാണ് എൻ്റെ എപ്പോഴത്തെയും ഹെയർ സ്റ്റൈൽ. ബട്ട് എനിക്ക് ഈ ഡ്രസ്സിൻ്റെ അത് അങ്ങോട്ട് പിടിച്ചില്ല. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് സ്റ്റൈലായ, അതായത് പശു നക്കിയ പോലത്തെയൊക്കെ ഹെയർ സ്റ്റൈലാണ്. ഇതൊക്കെ ഞാൻ വെറുതെ കാണിക്കില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേളമ്പക്കം പോകാൻ റെഡി ആവുകയാണ് ഗൈസ്. അവിടെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. ഇതിൽ രണ്ടുപേർക്ക് ഭയങ്കര നാണമാണ് കേട്ടോ. ദേവുവിന് പിന്നെ നാണമൊന്നുമില്ല. വഴിയിൽ നിന്ന് പിക്ക് ചെയ്തതാണ് വരെ. എന്നിട്ട് നമ്മൾ നേരെ SRM കോളേജിന്റെ ഓപ്പോസിറ്റുള്ള ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. അവിടുന്ന് നമുക്ക് കേളമ്പക്കത്തേക്ക് ബസ് കയറണം. ഒരാൾക്ക് 27 റുപ്പീസാണ് ഉണ്ടായത്. സത്യം പറയാലോ, കേരള ഗവൺമെന്റ് തമിഴ്നാട് ഗവൺമെന്റിനെ കണ്ടുപിടിക്കേണ്ടതാണ് ടിക്കറ്റ് പ്രൈസിങ്ങിന്റെ കാര്യത്തിൽ. ഓൾമോസ്റ്റ് കുറേ ബസ്സുകൾക്ക് വിമൻസിന് 0 റുപ്പീസ്, അതായത് 1 രൂപ പോലും കൊടുക്കണ്ട. നമ്മൾ തിരിച്ചു വന്നതും 1 രൂപ പോലും കൊടുക്കാണ്ട് ബസ്സിൽ കയറിയായിരുന്നു. ആകെ ചിലവായത് വെറും 27 റുപ്പീസാണ് ട്രാവലിങ്ങിന്. അതായത് ചെന്നൈയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് 1 രൂപ പോലും കൊടുക്കാണ്ട് വുമൻസിനായിട്ട് ചാർട്ട് ചെയ്തേക്കുന്ന ബസ്സുകളിൽ ട്രാവൽ ചെയ്യാൻ കഴിയും. ഗൈസ്, ഞങ്ങൾ അങ്ങനെ പള്ളിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇതാണ് ഡിവൈൻ മേഴ്സി ചർച്ച്. ഡിവൈൻ മേഴ്സി ചർച്ച് ചെന്നൈയിലെ ഒരു ക്രിസ്ത്യൻ പള്ളിയാണ് കേട്ടോ. പക്ഷെ അവിടെ ചെന്ന് നമ്മൾ അത് കാണുമ്പോൾ തന്നെ സോ ബ്യൂട്ടിഫുൾ. ആർക്കിടെക്ചേഴ്സ് ഒക്കെ എന്ത് രസമായിട്ട് അവർ ചെയ്തേക്കുന്നത്. മനസമാധാനം കിട്ടുന്ന ഒരു പ്ലേസ് ആയിട്ട് പോലും നമുക്ക് അത് തോന്നിപ്പോവും. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ. വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷെ ചർച്ചിൽ കയറിയാണോ വീഡിയോസും ഫോട്ടോസും എടുക്കുന്നതൊക്കെ നിങ്ങൾ ചോദിക്കും. പക്ഷെ ഇവിടെ മിക്കവരും വന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത് തിരിച്ച്. കാര്യം അതിൻ്റെ ഓരോ മുക്കും മൂലയും ഫോട്ടോഗ്രാഫി ലൊക്കേഷനാണ്. പിന്നെ ഈ വീഡിയോസിൻ്റെ ഔട്ട്പുട്ടൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം കൊടുത്തേക്കാം. ഫോട്ടോ എടുക്കുന്നതെന്ന് പറഞ്ഞ് വന്നതാണ് അമീന. പിന്നെ യൂട്യൂബാന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഓടി. നമ്മളിപ്പോൾ പ്രെയർ റൂമിലേക്ക് കയറുകയാണ് ഗൈസ്. ഞാൻ ഇത്രയും സൗണ്ട് കുറച്ച് പറഞ്ഞത് അവർക്കൊരു ഡിസ്റ്റർബ് ആവണ്ടെന്ന് വെച്ചിട്ടായിരുന്നു. പക്ഷേ എൻ്റെ ഷൂ ഒക്കെ കഴിക്കണം, അകത്ത് കയറണം എന്നുള്ളതുകൊണ്ട് ഞാൻ അകത്ത് കയറിയില്ല. എൻ്റെ ഫ്രണ്ട്സ് അകത്ത് കയറി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ആ സമയത്തേക്ക് ഞാൻ താഴേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ഹീലിടാനുള്ള മടി കൊണ്ടിട്ട് വീട്ടിലിടുന്ന ചെരുപ്പിട്ടുകൊണ്ടാണ് ഇറങ്ങിയത്. എന്നിട്ട് ഫോട്ടോ എടുക്കേണ്ട ടൈം ആകുമ്പോഴത്തേക്കും ഹീൽ എടുത്തിടും. മെയ്ഡ് അശ്വിക, മിസ് നിഷ ആൻഡ് പിന്നെ മൂന്നെണ്ണത്തിനെ ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണുമല്ലോ. എന്നിട്ട് ആ ഹീൽസ് ഇട്ടുകൊണ്ട് കുറച്ച് ഫാഷൻ ഷോ നടത്തണമെന്ന് അവർക്ക് ഒരേ നിർബന്ധം. അങ്ങനെ കുറച്ച് ഫാഷൻ ഷോ വീഡിയോസ് ഒക്കെ എടുത്തു. പിന്നെ ഫോണൊക്കെ ചവിട്ടിതാ പൊട്ടിച്ചു. പിന്നെ യൂട്യൂബ് ഹറാമാണെന്ന് പറയുന്ന രണ്ടുപേര് ഇതാണ്ട് വ്ലോഗ് ചെയ്യുകയാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സത്യം പറഞ്ഞാൽ തിരിച്ചു പോരാൻ തോന്നാത്ത വിധം ഒരു കാം പ്ലേസ് ആയിരുന്നു അത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബസ് കയറാൻ വന്നപ്പോഴത്തേക്ക് ഒരു കുട്ടി വന്നിട്ട് ചോദിച്ചാൽ ഫോൺ ഒന്ന് തരുമോന്ന്. അപ്പോഴേ നമുക്ക് മനസ്സിലായി എന്തോ കള്ളക്കളി ഉണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ കുട്ടിയുടെ ലവറിനെ വിളിച്ചതായിരുന്നു. എന്നിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്ത് നേരെ ബസ് കയറാൻ പോയി. എന്നിട്ട് നമ്മൾ 1 രൂപ പോലും കൊടുക്കാണ്ട് ബസ്സിൽ തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് എത്തി. പോകുന്ന വഴി നമ്മുടെ പപ്സ് ചേട്ടന്റെ കടയിൽ പപ്സ് കഴിക്കാൻ വേണ്ടി കയറി. ചെന്നൈ പൊത്തേരി താമസിക്കുന്ന ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം ഇവിടുത്തെ ഫേമസ് പപ്സിനെ കുറിച്ചിട്ട്. നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ലഡു നമ്മൾ എപ്പോഴും കഴിക്കുമായിരുന്നു. നല്ല ടേസ്റ്റ് ആണ്. പപ്സിന്റെ കാര്യം നമ്മൾ ഈ ഇടവ് തൊട്ടാണ് അറിയുന്നത്. സോ ക്രഞ്ചി, നല്ല ചൂടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുകയിലേക്ക് പോയി. പുകയെന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലും എല്ലാവർക്കും അറിയായിരിക്കും പുട്ടും കട്ടൻ. നമ്മുടെ ചെന്നൈയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ആശ്വാസം നൽകുന്ന ഒരു ഹോട്ടലാണ് പുട്ടും കട്ടൻ. അവിടുത്തെ കോഫി എൻ്റെ ഫേവറേറ്റ്. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ് അവിടുത്തെ കോഫി. അതേപോലെ തന്നെ അവിടെ വൈകിട്ട് പഴംപൊരി കിട്ടും, ബിരിയാണി കിട്ടും, നെയ്ച്ചോറ് കിട്ടും, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. ബട്ട് ഐ ലവ് ദിസ് കോഫി. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.